നായകന്റെ ഒരു അഹങ്കാരം ഇവനില്ല. സമയാവുന്നല്ലേ ഞങ്ങൾ ഒരുപാട് നായകന്മാരുടെ താരോദയങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇത് തന്നെ വലിയ ഭാഗ്യം. അങ്ങനെയൊക്കെ തന്നെ അവര് പറഞ്ഞിരുന്നു. എന്ത് തോന്നുന്നു ഇപ്പൊ? ഞാൻ ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചതല്ല. ഞാൻ സിംഗപ്പൂർക്ക് പോവാൻ നിൽക്കായിരുന്നു. ഓ, നീ സിംഗപ്പൂർ, ഒരാൾ കുവൈറ്റിൽ പോകാൻ നിൽക്കുന്നു. എത്ര ആൾക്കാരുടെ ജീവിത സൗഭാഗ്യങ്ങളാണ് ഈ ലിജോ താർത്തി കളഞ്ഞിരിക്കുന്നത്. ഒരു കുവൈറ്റ് ഞാൻ വിസയൊക്കെ എടുത്തതാ. വിസയൊക്കെ എടുത്ത് ഒരു 4 ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ പോയേനെ. 4 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് വലിയൊരു കറണ്ട് നഷ്ടം. ഒന്നുമില്ല. അല്ല, കുഴപ്പമില്ല. ഇത് നീ പോക്ക് വേണ്ടെന്ന് വെച്ചോ? വേണ്ടെന്ന് വെച്ചു. അത് വേണ്ടിയിരുന്നില്ല അല്ലേ? അപ്പം ആഗ്രഹങ്ങളുണ്ട് ഇനി മലയാള സിനിമയിൽ? ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ മഹാരാഷ്ട്രയില് ഡിഗ്രി ചെയ്തത്. അപ്പൊ അവിടെ തുടങ്ങി ചെറുതായിട്ടൊക്കെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കാറുണ്ട്. അങ്ങനെ പിന്നെ AD ടീമിലെ 2 പേര്, ശരത് എന്ന് പറഞ്ഞിട്ട് ആളെ ആരോ ആന്റണി ചെയ്തൊരു ഷോർട്ട് ഫിലിം കാണിച്ചിട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്യണം ചെയ്തത്. അപ്പോൾ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആന്റണി അങ്കമാലിക്കാരൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന ഡയലക്റ്റും ഒക്കെ കറക്റ്റ് ആവും. എല്ലാം കറക്റ്റ് ആയത്. വലിയ താരോദയമാണ് ഇപ്പൊ ആന്റണിയുടെ. ഇപ്പം കൂടെയുള്ള ആൾക്കാരും പഠിച്ച ആൾക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്ന് പറയുന്നു. സിംഗപ്പൂർ പോകാതെ ഇവരെ ഇങ്ങനെ കടന്ന് സിനിമ എന്നും പറഞ്ഞ് കറങ്ങണങ്ങാണെന്ന് വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞില്ലേ? താഴെ ഒരു അനീതിയാണുള്ളത്. അപ്പൊ നമ്മള് സാധാരണ കുടുംബത്തിലാണ്. അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇവിടുന്ന് ജീവിതമാണോ യഥാർത്ഥത്തിൽ സിനിമയിലേക്ക് വരച്ചു വെച്ചിരിക്കുന്നത്? താഴെ ഒരു അനീതിയാന്ന് പറയുന്നത്. അടുത്ത പാർട്ട് 2ലേക്ക് ഇപ്പം അമ്മയ്ക്കും അച്ഛനും ഹാപ്പി ആയോ? ഒരു ഫസ്റ്റ് ഡേ മറ്റേ കാർണിവലിലാണ് സിനിമ കണ്ടത്. ഫസ്റ്റ് ഷോ നീ കൊണ്ട് കാണിച്ചോ? പിന്നെ ഞാൻ ടിക്കറ്റ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവര് അവിടെ ഇരുന്ന് കരയായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛനും അമ്മയെ കരയുമ്പോൾ ആദ്യം സന്തോഷിച്ചൊരു മകൻ. അങ്ങനെയല്ല, അവർക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് അവിടെ ഇരുന്ന് കരയായിരുന്നു.